രാജാക്കന്മാർ ഇന്ന് നേർക്കുനേർ. IPL 18-ാം അംഗത്തിലെ തുല്യ ശക്തികൾ. ജയിച്ചതിനും തോറ്റതിനും എന്തിന് റൺ റേറ്റിൽ പോലും ഒപ്പത്തിനൊപ്പം മുന്നേറിയ രണ്ട് സംഘം. ശ്രേയസ് അയ്യരുടെ പഞ്ചാബും രജത് പാട്ടിദാറിന്റെ RCBയും നേർക്കുനേർ. IPL-ൽ 18 കൊല്ലമായി നമ്മൾ കേൾക്കുന്ന ഒരു പതിവ് പല്ലവിയുണ്ട്. ഈ സാല കപ്പ് നാംതേ. RCB ആരാധകർക്ക് ഇത് ഏറ്റുപറഞ്ഞ് മതിയായിരിക്കുന്നു. ഇനി കപ്പില്ലാതെ മടക്കമില്ല. IPL-ലെ ഏറ്റവും അണ്ടർറേറ്റഡ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. എന്നൊക്കെ ടീമുകളെ നയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ചരിത്ര നേട്ടം സമ്മാനിച്ച മികവ്. ആര് നേടും ഫൈനൽ സ്പോട്ട്? തോറ്റാലും ഒരവസരം കൂടിയുണ്ടെന്നതിനാൽ ജീവൻ മരണ പോരാട്ടത്തിന്റെ സമ്മർദ്ദമില്ല ടീമുകൾക്ക്. സ്വന്തം കാണികൾക്ക് മുന്നിൽ മത്സരം നടക്കുന്ന ആവേശം പഞ്ചാബിന് കരുത്ത്. കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന 2 താരങ്ങളെ മാത്രം നിലനിർത്തി ടീമാകെ ഉടച്ചു വാർത്താണ് ഉടമ പ്രീതി സിൻഡ പുതിയ പഞ്ചാബിനെ അവതരിപ്പിച്ചത്. റിക്കി പോണ്ടിങ്ങിന് കീഴിൽ ശ്രേയസിന്റെ നായകത്വത്തിൽ പുത്തനാവേശം നിറച്ച വെടിക്കെട്ട് സംഘം. മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ ശ്രേയസ് തന്നെയാണ് ടീമിന്റെ കരുത്ത്. ഓപ്പണിംഗിൽ പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രൻ ജോഡിയുടെ വെടിക്കെട്ട്. ജോഷ് ഇംഗ്ലിസ്, നെഹാൽ വധേര, മാർക്കസ് ടോയിനിസ്, ശശാങ്ക് സിംഗ് ഏത് ബൌളിംഗ് നിരയും വിറപ്പിക്കാൻ ശേഷിയുള്ള ബാറ്റിംഗ് കരുത്തുണ്ട് പഞ്ചാബിന്. ഓൾറൗണ്ടർമാരുടെ അതിപ്രസരം ബൌളിംഗിൽ ടീമിന് വൈവിധ്യം നൽകുന്നു. നാട്ടിലേക്ക് മടങ്ങിയ മാർക്കോ യാൻസിന്റെ അസാന്നിധ്യം ടീമിന് തിരിച്ചടിയെങ്കിലും അത് മറികടക്കാൻ ശേഷിയുള്ള താരങ്ങൾ വേറെയുമുണ്ട് ബെഞ്ചിൽ. പരിക്ക് മാറി യുസ്വേന്ദ്ര ചഹൽ തിരിച്ചെത്തുന്നത് ടീമിന് പ്രതീക്ഷ. ഏത് സാഹചര്യവും അനുകൂലമാക്കുന്ന ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി മികവ് കൂടിയാകുമ്പോൾ പഞ്ചാബ് ലക്ഷ്യമിടുന്നത് 2ാം ഫൈനൽ. ടീമിനെ അടിമുടി മാറ്റിയാണ് RCBയും ഇത്തവണ IPL-നെത്തിയത്. നിലനിർത്തിയത് വിരാട് കോഹ്ലി അടക്കം വെറും 3 താരങ്ങളെ മാത്രം. എക്കാലവും ബൌളിംഗ് പിഴവ് വിനയായതിന് എല്ലാ പരിഹാരക്രിയയും ചെയ്തു ഇത്തവണ RCB. അതിന് ഫലവുമുണ്ടായി. ടീം ഗെയിം എന്താണെന്നത് എതിരാളികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു സീസണിൽ RCB. കരുത്തായത് എന്നത്തെയും പോലെ വിരാട് കോഹ്ലിയുടെ സ്ഥിരതയാർന്ന ബാറ്റിംഗ് തന്നെ. മുൻ നായകൻ സീസണിൽ നേടിയത് 13 മത്സരങ്ങളിൽ 602 റൺസ്. ഫിൽ സാൾട്ടും കോഹ്ലിയും മികച്ച തുടക്കം നൽകിയാൽ ടീമിന് ജയമുറപ്പിക്കാം. ക്യാപ്റ്റൻ രജത് പാട്ടിദാർ, ലിയാം ലിവിങ്സ്റ്റൺ, കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയ ജിതേഷ് ശർമ്മ, മായങ്ക് അഗർവാൾ എന്നിവർ ടീമിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ എന്നിവർ കൂടി ചേരുമ്പോൾ ടീം സന്തുലിതം. ജോഷ് ഹേസൽവുഡ് പരിക്ക് മാറിയെത്തുന്നത് RCB ബൌളിംഗിന്റെയും മൂർച്ച കൂട്ടും. സ്വപ്ന മുന്നേറ്റമാണ് ഇത്തവണ RCBക്കും പഞ്ചാബിനും. 14 മത്സരങ്ങളിൽ 9 ജയം നേടിയാണ് പഞ്ചാബ് 1ാം സ്ഥാനത്തെത്തിയത്. 14 മത്സരങ്ങളിൽ RCB നേടിയതും 9 ജയം. 2 ടീമുകളും തോറ്റത് വെറും 4 മത്സരങ്ങളിൽ മാത്രം. ഒരു മത്സരം വീതം മഴ കാരണം വീക്ഷിച്ചപ്പോൾ കിട്ടിയ 1 പോയിന്റും അടക്കം നേടിയത് 19 പോയിന്റ് വീതം. RCBയേക്കാൾ റൺ റേറ്റിലുള്ള നേരിയ മുൻതൂക്കമാണ് പഞ്ചാബിന് 1ാം സ്ഥാനം നൽകിയത്. നേർക്കുനേർ പോരിലും ഒപ്പത്തിനൊപ്പം. സീസണിൽ 2 മത്സരങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ഒരു മത്സരത്തിൽ പഞ്ചാബ് 5 വിക്കറ്റ് ജയിച്ചപ്പോൾ മറ്റൊരു മത്സരത്തിൽ RCB 7 വിക്കറ്റിന് പഞ്ചാബിനെ തോൽപ്പിച്ചു. ആകെ മത്സരങ്ങളിൽ 35 തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. 18 മത്സരങ്ങളിൽ പഞ്ചാബും 17 മത്സരങ്ങളിൽ RCBയും ജയിച്ചു. ഒരൊറ്റ ജയം ഫൈനലിലേക്കുള്ള വഴിയാണ്. തോറ്റാൽ വീണ്ടും ഒരു അവസരമുണ്ട്. പക്ഷെ ഇവിടെ ജയിച്ചാൽ കണക്കുകൾ തീർത്ത് സ്വപ്ന കിരീടത്തിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസമാകും. 18 വർഷത്തെ കാത്തിരിപ്പിന് വേണ്ടി വിരാട് കോഹ്ലിക്ക് ഒരു കിരീടം വേണം. RCBക്ക് ഒരു കിരീടം വേണം. ഇതിഹാസ താരം എബി ഡിവിലിയേഴ്സ് പോലും കാത്തിരിക്കുകയാണ് വിരാട് കോഹ്ലിക്കൊപ്പം കിരീട നേട്ടം ആഘോഷിക്കാൻ. അത്രമാത്രം വീർപ്പുമുട്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് വേണ്ടി ജയിച്ചേ തീരൂ ബംഗളൂരുവിന്. കിരീടം നൽകിയിട്ടും തന്റെ നേതൃപാടവത്തെ സംശയിച്ചവർക്ക് അവസരം നൽകാതെ പടികടത്താൻ കാത്തുനിൽക്കുന്ന വിമർശന ബുദ്ധികൾക്ക് മറുപടി നൽകാനുണ്ട് ശ്രേയസ് അയ്യർക്ക്. IPL വന്ന കാലം മുതൽ ആരാധകർക്കൊപ്പം ആവേശത്തോടെ മൈതാനത്ത് സുന്ദര കാഴ്ചകളിൽ നിന്ന് പ്രീതി സിൻഡ എന്ന പഞ്ചാബ് ഉടമ. നിരാശകൾക്കൊടുവിൽ പ്രതീക്ഷ ജയിക്കുമെങ്കിൽ പ്രീതിക്കും വേണം ഒരു കിരീടം. സീസണിലെ തുല്യശക്തികൾ ആരാകും ആദ്യ ഫൈനലിസ്റ്റ്? ചണ്ഡീഗഡിൽ കാണാം സൂപ്പർ പോരാട്ടം.